ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മാതൃഭൂമി ഒരുക്കുന്ന AR റഹ്മാൻ ലൈവ് 2017 തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. UAE ഇതുവരെ കാണാത്ത സംഗീത പരിപാടിക്കാണ് മാതൃഭൂമി അരങ്ങൊരുക്കുന്നതെന്ന് മാതൃഭൂമി മാർക്കറ്റിംഗ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. നാളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ദിനം AR റഹ്മാൻ ലൈവ് മാതൃഭൂമി AR റഹ്മാൻ ലൈവ് ഷോ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളത്. AR റഹ്മാൻ എന്നുള്ള വലിയൊരു ആർട്ടിസ്റ്റിനെ വർഷങ്ങൾക്ക് ശേഷം ദുബായിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇവിടെ കണ്ടുള്ള ഏറ്റവും വലിയ സെറ്റപ്പായിരിക്കും ഇത്. 68 മീറ്റർ നീളവും 24 മീറ്റർ വീതിയുമുള്ള വലിയ വേദിയാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആധുനികമായ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഈ ഷോയുടെ ഭാഗമായിട്ടിരുന്നുണ്ട്. റഹ്മാനോടൊപ്പം തന്നെ 10 ആർട്ടിസ്റ്റുകളും ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഏകദേശം 7000 സ്ക്വയർ ഫീറ്റ് LED വാളാണ് ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഷോനനുസരിച്ച് ലൈറ്റ് താണും പൊങ്ങി പോകുന്ന കിനേസിസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. അതിനനുസരിച്ച് മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റ് താഴെ പോവുകയും മേലെ വരികയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതുവരെയായിട്ടും ഒരു സ്റ്റേജ് ഷോയിലും ഇവിടെ ഒരുക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള വളരെ ആധുനികമായ സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ ഏറ്റവും മഹാന്മാരായ കലാകാരന്മാരുടെ ഒരു പ്രകടനമാണ് നാളെ 8 മണിക്ക് ഷാർജ സ്റ്റേഡിയത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അത്ഭുതങ്ങൾ നിറച്ചുള്ള സംഗീത വിരുന്നാണ് ഷാർജയിൽ ഒരുക്കുന്നതെന്ന് AR റഹ്മാൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മലയാളികൾക്കും അറബികൾക്കും ആസ്വദിക്കാൻ കഴിയുന്നതെല്ലാം തന്റെ ഷോയിലുണ്ടാകുമെന്ന് മദ്രാസ് മൊസാഡ് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയാണ് മാതൃഭൂമി ഒരുക്കുന്ന AR റഹ്മാൻ ലൈവ് 2017 ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നത്. UAE തന്നോട് കാണിക്കുന്ന സ്നേഹത്തെ പ്രതിയാണ് മാതൃഭൂമി ഒരുക്കുന്ന പരിപാടിക്കായി വീണ്ടും ഷാർജയിൽ എത്തിയതെന്ന് AR റഹ്മാൻ പറഞ്ഞു. When I come here, there's a genuine love from people. You can see it from the smile or all nationalities, living there, and so we're all looking forward. The whole band, and we're very, very excited. Thanks to Mathrubhumi for arranging this. തന്റെ പാട്ടുകളോട് നിരന്തരം ആളുകൾ കാട്ടുന്ന ഇഷ്ടത്തോടുള്ള കടപ്പാട് കൂടിയാണ് അവരുടെ മുന്നിലേക്ക് പാട്ടുകളുമായി വീണ്ടും വരുന്നതെന്ന് AR റഹ്മാൻ മാതൃഭൂമി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. And you made us, all you people who love the music, who have made it a part of yourself, made that music larger than life. So I'm grateful to you guys. God bless you. മലയാള സംഗീതത്തെയും തന്റെ കൂടെ പാടുന്ന മലയാളികളെ കുറിച്ച് പറയാനും മദ്രാസ് മൊസാഡായ റഹ്മാൻ മറന്നില്ല. ക്ലബ് FM 99.6 തത്സമയം ശ്രോതാക്കളോട് സംസാരിച്ചും സ്റ്റുഡിയോവിലെ കീബോർഡ് വായിച്ചും അദ്ദേഹം ദുബായ് മീഡിയ സിറ്റിയിലെ മാതൃഭൂമിയിലെ സന്ദർശനം അവിസ്മരണീയമാക്കി. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പു വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്. മാതൃഭൂമി AR റഹ്മാൻ ലൈവ് പരിപാടിക്കായി സംവിധായകൻ രഞ്ജിത്തും നടൻ സുരേഷ് കൃഷ്ണയും ഷാർജയിലെത്തി. AR റഹ്മാന്റെ ആരാധകൻ എന്ന നിലയിൽ പരിപാടി കാണാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് രഞ്ജിത്ത് പറഞ്ഞു. അനവധിയായ ആരാധകരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും ചേർക്കാവുന്നതാണ്. മാതൃഭൂമിയുടെ ഈ ഒരു ദൗത്യം മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ റഹ്മാൻ സംഗീത പ്രേമികളെയും ഒരു വലിയ ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. സന്തോഷം. മാതൃഭൂമി കാലോചിതമായി നടത്തുന്ന ഇത്തരം ഓരോ നീക്കങ്ങളും ഫലപ്രാപ്തിയിലെത്തുന്നു എന്ന് പറയുന്നതിൽ വലിയ ദൃശ്യ മാധ്യമ സ്ഥാപനത്തുമായി അടുത്ത ബന്ധമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ബഹ്റിനെയും സൗദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിങ് ഹമദ് കോസ്വേ എന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നു. $10 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ പാലം പണി കഴിപ്പിക്കുന്നതിലൂടെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്ന ഗതാഗത തടസ്സത്തിന് പരിഹാരമാകും.
1986 നവംബർ 26 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കിങ് ഫഹദ് കോസ്വേ വഴി ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. 25 കിലോമീറ്റർ നീളവും 23 മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ നിർമ്മാണ ചെലവ് $800 മില്യൺ ആണ്. എന്നാൽ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ ക്രമാതീതമായ തിരക്ക് മൂലം വാരാന്ത്യങ്ങളിലുൾപ്പെടെ മണിക്കൂറുകളോളം വാഹനങ്ങൾ കാത്തുകിടക്കേണ്ടി വരുന്നു. ഈ തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ബഹ്റിനെയും സൗദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ പാലമായ കിങ് ഹമദ് കോസ്വേയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. $10 ബില്യൺ ചെലവാണ് ഇതിന് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള കിങ് ഹമദ് പാലത്തിലൂടെ GCC രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേയും കടന്നുപോകും. ഭാവിയിൽ വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കാനും യാത്രാ തീവണ്ടികൾ, ചരക്കു തീവണ്ടികൾ എന്നിവയും ഈ പാലത്തിലൂടെ കടന്നുപോകുന്നതോടെ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യം പരിഹരിക്കപ്പെടും. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. ബഹ്റൈനിൽ ചെമ്മീൻ പിടുത്ത നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യത്തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങുന്നു. കഴിഞ്ഞ വർഷം വരെ ബഹ്റൈനിൽ 4 മാസമായിരുന്നു ചെമ്മീൻ പിടുത്ത നിരോധനം. എന്നാൽ ഈ വർഷം അത് 6 മാസമായി ദീർഘിപ്പിച്ചിരിക്കുകയാണ്. വിപരീത കാലാവസ്ഥ, ബഹ്റൈൻ സമുദ്രമേഖലയിൽ ശക്തമാക്കിയ സുരക്ഷ, ഇറാൻ അതിർത്തിയിൽ നിന്നുള്ള ആക്രമണ ഭീഷണി തുടങ്ങിയ പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത്. മാസം 100 ബഹ്റൈൻ ദിനാറോളം മാത്രമാണ് ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ അടിസ്ഥാന പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. വർദ്ധിപ്പിച്ച നിരക്ക് ഉടൻ നിലവിൽ വരും. വായ്പകൾക്കുള്ള പലിശ നിരക്ക് 2.75% നിന്നും 3% വർദ്ധിക്കും. രണ്ടാഴ്ചത്തെ നിക്ഷേപത്തിനുള്ള അടിസ്ഥാന പലിശ നിരക്ക് 1% നിന്ന് 1.25% വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. ഓവർനൈറ്റ് നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് 0.75% നിന്നും 1%, ഒരു മാസത്തെ നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് 1.50% നിന്ന് 1.75% വർദ്ധിപ്പിക്കും. സൗദി ടൂറിസം മേഖലയിൽ 33,000 സ്വദേശികൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് വിനോദസഞ്ചാര മേഖലയിലെ വൻകിട കമ്പനികളുമായി കരാർ ഒപ്പുവെച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയതിനു ശേഷം മൊബൈൽ ഫോൺ കടകളിൽ 15,000 സ്വദേശി യുവാക്കൾക്ക് തൊഴിലുകൾ ലഭിച്ചതായും തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഇബ്രാഹിം അൽ ഷാഫി വ്യക്തമാക്കി. സൗദിയിലെ ചില തൊഴിലുകളിൽ വിദേശികളുടെ ആധിപത്യം തൊഴിൽ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതില്ലാതാക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുമെന്ന് ഡോക്ടർ ഇബ്രാഹിം അൽ ഷാഫി പറഞ്ഞു. സാധ്യമായ മുഴുവൻ മേഖലകളിലും സ്വദേശിവൽക്കരണം വ്യാപിപ്പിച്ചാൽ മാത്രമേ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. വനിതകൾക്കിടയിലാണ് തൊഴിലില്ലായ്മ ഏറെ രൂക്ഷമായിട്ടുള്ളത്. ഇത് പരിഹരിക്കുന്നതിന് ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് മന്ത്രാലയം നടപ്പിലാക്കുക. പുറംതൊഴിൽ കരാർ പദ്ധതി പ്രകാരം വീടുകളിലിരുന്ന് ജോലി ചെയ്യാൻ വനിതകളെ അനുവദിക്കുന്ന പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മൊബൈൽ ഫോൺ വിപണിയിലെ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം ഇതുവരെ വിജയകരമാണ്. വനിതകളടക്കം 15,000 സ്വദേശികൾക്ക് ജോലി നൽകാൻ കഴിഞ്ഞു. പുതുതായി 8,000 മൊബൈൽ ഫോൺ കടകളാണ് വാണിജ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തത്. സ്വദേശികളായ ചെറുകിട സംരംഭകർക്ക് മൊബൈൽ ഫോൺ കടകൾ ആരംഭിക്കുന്നതിന് സാമൂഹ്യ വികസന ബാങ്ക് വായ്പകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതുവരെ 3,267 ചെറുകിട സ്ഥാപനങ്ങൾക്ക് വായ്പ അനുവദിച്ചതായും ഡോക്ടർ ഇബ്രാഹിം അൽ ഷാഫി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഒമാനിൽ ഓരോ 2 മണിക്കൂറിലും രാജ്യത്ത് ഓരോ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി ദേശീയ സ്ഥിതിവിവര വിഭാഗത്തിന്റെ കണക്കുകൾ. അപകടങ്ങളുടെ കാരണം അമിത വേഗതയാണെന്നാണ് റിപ്പോർട്ടുകളിൽ ഉള്ളത്. രാജ്യത്ത് വാഹനങ്ങളുടെ എണ്ണത്തിലും ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുമുണ്ട്. 2016 രാജ്യത്തുണ്ടായത് 4,721 അപകടങ്ങളാണ്. 692 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 3,261 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 53% അപകടങ്ങളുടെയും കാരണം അമിത വേഗതയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമിത വേഗം മൂലമുണ്ടായ അപകടങ്ങൾ 2,052 378 പേർ ഇതുമൂലം മരണപ്പെടുകയും ചെയ്തു. അതേസമയം വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടങ്ങളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടങ്ങൾ 2007 5,000 ആയിരുന്നു. 2016 2,706 അപകടങ്ങളാണ് ഉണ്ടായത്. കൂടാതെ 2007 വരെ രാജ്യത്ത് അനുവദിച്ച ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം 7 ലക്ഷത്തിലധികമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അവസാനത്തെ കണക്കുപ്രകാരം ലൈസൻസ് ഉള്ളവർ 14 ലക്ഷം കവിഞ്ഞു. 2016 വാഹനങ്ങളുടെ എണ്ണം 13,70,000 വർദ്ധിച്ചതായും ദേശീയ സ്ഥിതി വിവര വിഭാഗം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. GCC ഗതാഗത വാരാചരണത്തിന്റെ ഭാഗമായി ദോഫർ യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കിയ പ്രദർശനത്തിലാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. മാതൃഭൂമി ന്യൂസ്, ഒമാൻ.
മസ്കറ്റ് ഗവർണറേറ്റുകളിലെ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള പ്രവേശന ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 5200 അപേക്ഷകരിൽ നിന്നും 3500 പേർക്കാണ് ആദ്യഘട്ട പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 1700 കുട്ടികൾക്കായുള്ള ലിസ്റ്റ് ഈ മാസം അവസാനം തയ്യാറാക്കും. നറുക്കെടുപ്പിലൂടെയാണ് മസ്കറ്റ് ഗവർണറേറ്റുകളിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പ്രവേശന പട്ടിക തയ്യാറാക്കി വരുന്നത്. തലസ്ഥാന നഗരിയിലെ മസ്കറ്റ്, ദാർസേറ്റ്, വാദി കബീർ, ഗോബ്ര, സീപ്, മബേല എന്നീ ഇന്ത്യൻ സ്കൂളിലേക്കുള്ള പ്രവേശനത്തിനാണ് നറുക്കെടുപ്പ് നടന്നത്. ഈ അധ്യയന വർഷം 5200 കുട്ടികളാണ് പ്രവേശനത്തിനായി അപേക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന നറുക്കെടുപ്പിലൂടെ 3500 കുട്ടികൾക്കാണ് തലസ്ഥാന നഗരിയിലെ 6 ഇന്ത്യൻ സ്കൂളുകളിലായി പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ഇനിയും 1700 കുട്ടികൾക്ക് കൂടി പ്രവേശനം ലഭ്യമാകണം. നറുക്കെടുപ്പിൽ സീറ്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ഓഫീസുകളിൽ നിന്നും SMS സന്ദേശങ്ങൾ അയച്ചു കഴിഞ്ഞു. പ്രവേശനം ലഭിച്ച സ്കൂളുകളിൽ രക്ഷകർത്താക്കൾ ഉടൻ അഡ്മിഷൻ നേടണം, അല്ലെങ്കിൽ ലഭിച്ച സീറ്റുകൾ നഷ്ടപ്പെടുവാൻ കാരണമാകും. മിക്ക സ്കൂളുകളിലും അധിക അഡ്മിഷനുകൾ ഉണ്ടാക്കിയും ക്ലാസുകളിൽ സീറ്റ് വർദ്ധിപ്പിച്ചുമാണ് അഡ്മിഷൻ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ ശ്രമിച്ചു വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബാക്കിയുള്ള 1700 കുട്ടികൾക്ക് പ്രവേശനം നൽകുവാൻ വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പുവരുത്തുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അധ്യയന വർഷം സ്കൂൾ പ്രവേശനാപേക്ഷകരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഒമാൻ.